അല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ പറ്റിയാണോ ചോദിക്കുന്നത്? പൗരത്വ നിയമത്തെ CA കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്, കേന്ദ്രത്തിൽ ഭരിക്കുന്നവർക്കാണ് ഈ കാര്യത്തിൽ ഒരു ആശ്വാസം ജനങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയാം. അതിന് കേന്ദ്രത്തിൽ ഭരണമാറ്റം വേണം. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം. അവിടെ കൂടെ നിൽക്കുന്ന കക്ഷികൾക്ക് നിൽക്കണം. അങ്ങനെ കിട്ടിയാലേ പ്രസിഡന്റ് ക്ഷണിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പൗരത്വ പ്രശ്നത്തിൽ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കേന്ദ്രത്തിൽ ഭരണമാറ്റം വരാൻ വേണ്ടി ആദ്യ പരിഗണന അതിന് കൊടുക്കണം. അതുകൊണ്ട് കേരളം അതിൽ വലിയ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റാണ്. കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ ആ നിലപാടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലെ നടപ്പാക്കില്ല അടിപൊളിയിട്ടാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളൊക്കെ ആവർത്തിച്ച്. അത് രണ്ടാമത്തെ കാര്യമല്ലേ? കേന്ദ്രത്തിൽ തന്നെ ഈ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയല്ലോ. കേന്ദ്രത്തിൽ BJP കാലാകാലം ഇരിക്കുന്ന സ്ഥിതി രാജ്യത്ത് അപകടം ഉണ്ടാക്കൂലേ? അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിനുള്ള അവസരമാണിത്. കേരളം നമുക്ക് ഇത് കഴിഞ്ഞ് പറയാം. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതിങ്ങനെ കൊണ്ടുവന്നത് അതിനെ എങ്ങനെയാ കാണുന്നത്? തെരഞ്ഞെടുപ്പ് അവർക്ക് ഒരു കൃത്യമായിട്ട് ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ്, അവർക്ക് ആശങ്കയുള്ളത് കൊണ്ടാണ്. ഇതുവരെ ഉപയോഗിച്ച ആയുധങ്ങളൊന്നും പോരാ, വല്ലതും പുതിയത് വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ അറ്റകൈ പ്രയോഗിക്കുന്നത്. വരണ്ടുപോയതാണ്. കേന്ദ്ര ഗവൺമെന്റ് വരണ്ടുപോയി. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വിചാരിച്ച പോലല്ല, അതിവേഗം പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിയപ്പോ അറ്റകൈ പ്രയോഗിക്കുകയാണ്. താങ്കൾ ഇന്നൊരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നു കോൺഗ്രസ് പല ഘട്ടങ്ങളിൽ മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നത്. അത്തരത്തിൽ മൃദുഹിന്ദുത്വം സ്വീകരിക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണ് CA ഇന്നത്തെ ആവശ്യം ലീഗ് നന്നായി വിലയിരുത്തിയാണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് വരലാണ്. അതിനുവേണ്ടി കമ്മിറ്റഡായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചിരിക്കുകയാണ്. അതിനൊന്നും ആരും ഒരു ദുർവ്യാഖ്യാനം നൽകണ്ട. ഞങ്ങൾ അടിയുറച്ച് UDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. വലിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മുന്നണി മാറ്റം ഉണ്ടാകുന്നൊക്കെയാണ് താങ്കളുടെ പ്രതികരണം, താങ്കളുടേതായ പ്രതികരണമാണ്. ഞാൻ പറഞ്ഞത് പച്ച മലയാളത്തിലാണ്, അത് ഇംഗ്ലീഷിലല്ല. ഞങ്ങള് ഒരു നിലക്കും എന്താ പറയാ കൂറുമാറും അതുപോലെ കുപ്പായം മാറുന്ന പാർട്ടിയല്ല. അതാണ് ഞങ്ങൾ ഉറച്ച നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. 40 കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടിയുറച്ച നിലപാടാണ്. ആ അടിയുറച്ച നിലപാടിലൊന്നും ഇപ്പോഴും ഒരു മാറ്റമില്ല, എപ്പോഴും ഒരു മാറ്റമില്ല.